ഹായ്, നമുക്കിന്നൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ആയല്ലോ. എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. വളരെ എളുപ്പത്തിൽ തന്നെ കുക്കറിലൊരു മട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ മട്ടനാണ്. ഒരു കുക്കറിലോട്ട് കഴുകി വെച്ച മട്ടനും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഫൈൻ പേസ്റ്റ് ആക്കിയതും, സവാള, തക്കാളി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഞാനിതിൽ പുളിയുള്ള കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് നെയ്യാണ്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ചേർക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം. ഒരുപാട് സ്പൈസസ് ആയിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ മസാലപ്പൊടി, അതായത് പെരിഞ്ജീരകം, തക്കോലം, ഗ്രാമ്പൂ എന്നിവ ചേർത്ത് ഫൈൻ പേസ്റ്റാക്കിയ മസാലപ്പൊടിയാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. ഇതിലോട്ട് 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. അതായത് സവാളയും തക്കാളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും എല്ലാം കൂടെ മട്ടണിലോട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് തന്നെ അത് ഞെവിടി ഇതേ പരുവത്തിലാക്കണം. പിന്നീട് ഇതിൽ അഡീഷണലായിട്ട് ഓയിലോ ഒന്നും ചേർക്കുന്നില്ല. ഡയറക്റ്റ് തന്നെ കുക്കറിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടൊരു ലോ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് മട്ടൺ വെന്ത് റെഡിയായിട്ട് കിട്ടും. ഇനി വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണിയുടെ മുകളിലിടാൻ വേണ്ടിയിട്ടുള്ള സവാള വറുത്ത് കോരണം. അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ വറുത്ത് കോരിയെടുക്കാം. സവാള ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 നുള്ളുപ്പോ അതല്ലെങ്കിൽ ഒരു നുള്ളു പഞ്ചസാരയോ ഇട്ട് കൊടുത്താൽ സവാള നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമ ഗോൾഡിൻ്റെ റൈസാണ്. ഞാനിവിടെ എടുക്കുന്നത് 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുക്കുന്നത്. അരി കുതിർത്തൊന്നും വയ്ക്കുന്നില്ല. ഡയറക്റ്റ് തന്നെ കഴുകി ഊറ്റിയിട്ട് നെയ്യിൽ ഒന്ന് വറുത്തെടുക്കുക ചെയ്യണം. എന്നിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കുക ചെയ്യുന്നത്. ഞാൻ കുക്കറിൽ തന്നെയാണ് ചോറും വയ്ക്കുന്നത്. എന്നതിന് ശേഷം ദമ്മിടുമ്പോഴത്തേക്ക് വേറൊരു പാത്രത്തിലോട്ട് ദമ്മിടുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്. കുക്കറിലോട്ട് ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ട് ഞാനിപ്പം 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 2 ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. കാരണം ദമ്മിൽ കിടന്നിട്ട് എന്തായാലും അരി ഒന്നും കൂടെ കുക്കാവും. അപ്പോൾ ഒരുപാട് വെന്ത് പോയാൽ ചിലപ്പോൾ ബിരിയാണി കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നോർമൽ ഫ്ലെയിമിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഉപ്പും വിനീഗറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിനീഗർ ഒഴിക്കുന്നത് ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും കുഴയാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ചെയ്യുന്നത്. അതുപോലെ കുക്കറിൽ വെക്കുന്ന സമയത്ത് നോർമൽ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഒറ്റ വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിലിരുന്ന് തന്നെ വെന്തോളും. ഇത് പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബിരിയാണി ദമ്മിടാൻ പറ്റും. ഒരു വിസിൽ കേട്ടപ്പോൾ തന്നെ ചോറ് നല്ല പരുവായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുഴയൊന്നും ചെയ്തിട്ടില്ല. ഇനി മട്ടൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. മട്ടൻ നന്നായിട്ട് വെന്ത് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇനി ബിരിയാണി ദമ്മിടുന്ന പാത്രത്തിലോട്ട് നമുക്ക് മട്ടൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് പറ്റിച്ചെടുക്കണം. വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുത്തതിന് ശേഷം ദമ്മിടാം. ഞാൻ വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നേരത്തെ മട്ടൻ വേവിക്കുന്ന സമയത്ത് ഇട്ട സ്പൈസസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ദമ്മിടുന്ന സമയത്ത് വറുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും പിന്നെ മല്ലിയില, പുതിനയില എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 2 ലെയറായിട്ടാണ് ദമ്മിടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും വേറൊരു റെസിപ്പിയുടെ വീഡിയോസോ അല്ലെങ്കിൽ ട്രാവലിങ്ങിൻ്റെ വീഡിയോസോ ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാകണം.